ഈ പ്ലാസ്റ്റിക് വാട്ടർ ക്യാൻ വെള്ളത്തിന് മുകളിലൂടെ ഒഴുകി നടക്കുന്നത് കണ്ട് ഈ ലേഡിക്ക് ഒരു ഐഡിയ തോന്നുന്നു. ഇവർ കുറച്ചുപേർ ഭൂമിയിൽ ഉണ്ടായ ഒരു വലിയ ഗർത്തത്തിലേക്ക് വീണുപോയിരിക്കുകയാണ്. അവിടെ ഉറവയിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങിയതുകൊണ്ട് ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസ് യൂസ് ചെയ്താൽ തൽക്കാലം അവർക്ക് വെള്ളത്തിൽ മുങ്ങാതെ രക്ഷപ്പെടാം. അതുകൊണ്ട് അവരെല്ലാവരും പ്ലാസ്റ്റിക് ബോട്ടിൽസ് അന്വേഷിക്കാൻ തുടങ്ങുന്നു. പെട്ടെന്ന് തന്റെ മുന്നിലെ കാഴ്ച കണ്ട് ഇയാൾ അതിശയിച്ചു നിൽക്കുന്നു. നോക്കുമ്പോൾ വലിയൊരു വാട്ടർ ടാങ്ക് അവരുടെ നേരെ ഒഴുകി വരുന്നു. അത് കണ്ട എല്ലാവർക്കും രക്ഷപ്പെടുമെന്ന ഒരു പ്രതീക്ഷ തോന്നുന്നു. ആദ്യം അവരുടെ കൂട്ടത്തിലെ ലേഡിയും കൊച്ചുകുട്ടിയും അതിനകത്ത് കയറുന്നു. അതിനുശേഷം മിൻജൂൺ തന്റെ അവസരം വന്നപ്പോൾ ആദ്യം തന്റെ മകനെ കയറാൻ പറയുന്നു. പക്ഷെ മകൻ കയറി കഴിഞ്ഞതും അദ്ദേഹം അകത്ത് കയറാതെ വാട്ടർ ടാങ്കിന്റെ ലിഡ് അടയ്ക്കുന്നു. എല്ലാവരും തുറക്കാൻ പറഞ്ഞ് ബഹളം വെക്കുമെങ്കിലും അദ്ദേഹം അതിന് തയ്യാറാവുന്നില്ല. അവരാരും ഇനിയും അപകടത്തിൽപ്പെടരുതെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. പെട്ടെന്ന് വലിയ ഉറവ പൊട്ടി ആ ഗർത്തത്തിൽ വെള്ളം നിറയാൻ തുടങ്ങുന്നു. മിൻജൂൺ വെള്ളത്തിനടിയിലാവുന്നു. ആ വാട്ടർ ടാങ്ക് വെള്ളത്തിനൊപ്പം മുകളിലേക്ക് ഉയരാൻ തുടങ്ങുന്നു. പെട്ടെന്ന് മുകളിൽ നിന്ന് വലിയൊരു കെട്ടിടത്തിന്റെ ഭാഗം വന്ന് വീണ് വാട്ടർ ടാങ്ക് വെള്ളത്തിനടിയിലേക്ക് പോകുന്നു. എന്നാൽ അതേ സ്പീഡിൽ കറങ്ങി മുകളിലേക്ക് പൊങ്ങി വരുന്നു. അതേസമയം അവർക്ക് മുന്നിൽ മറ്റൊരു പ്രശ്നം വരുന്നു. ആ വാട്ടർ ടാങ്ക് കുറെ കട്ടിയുള്ള കേബിൾസിൽ കുരുങ്ങി കിടക്കുന്നു. അകത്തുണ്ടായിരുന്നവർ വാട്ടർ ടാങ്ക് ശക്തിയായി ഇടിക്കാൻ തുടങ്ങുന്നു. ഭാഗ്യത്തിന് അവരുടെ ആ ശ്രമം ഫലം കാണുന്നു. ആ കേബിളിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ വീണ്ടും മുകളിലേക്ക് ഉയരുന്നു. പക്ഷെ അവർക്ക് മറ്റൊരു സീരിയസ് ആയ പ്രശ്നമുണ്ടാവുന്നു. വലിയൊരു ഇരുമ്പ് പൈപ്പ് വാട്ടർ ടാങ്കിലേക്ക് തുളച്ചു കയറുന്നു. അതോടെ ടാങ്കിനകത്ത് വെള്ളം കയറാൻ തുടങ്ങുന്നു. അവർ ആ പൈപ്പിൽ പിടിച്ച് ശക്തിയായി തള്ളുന്നു. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. അവർ എല്ലാ പ്രതീക്ഷയും നഷ്ടമായി നിൽക്കുന്ന സമയം ടാങ്കിന് പുറത്തുനിന്ന് ശക്തമായി ചവിട്ടുന്ന ശബ്ദം കേൾക്കുന്നു. നോക്കുമ്പോൾ അത് മിൻജൂൺ ആണ്. അദ്ദേഹത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമായി ടാങ്ക് ആ പൈപ്പിൽ നിന്ന് അകന്നു മാറുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഹോളിലൂടെ ടാങ്കിനകത്തേക്ക് ശക്തിയിൽ വെള്ളം കയറാൻ തുടങ്ങുന്നു. ഉടനെ ഇയാൾ മറ്റൊന്നും ചിന്തിക്കാതെ സർവ്വശക്തിയും യൂസ് ചെയ്ത് ആ ഹോളിനകത്തേക്ക് തന്റെ കൈ കുത്തിക്കയറ്റുന്നു. അതേസമയം മിൻജൂൺ അവശനാവുന്നു. അദ്ദേഹം ഇയാളുടെ കയ്യിൽ പിടിക്കാൻ ശ്രമിക്കുമെങ്കിലും അതിന് കഴിയുന്നില്ല. അദ്ദേഹം വീണ്ടും വെള്ളത്തിനടിയിലേക്ക് പോകുന്നു. പക്ഷെ ഭാഗ്യം അദ്ദേഹത്തിനൊപ്പമാണ്. വാട്ടർ ടാങ്കിൽ ചുറ്റിക്കിടന്ന കേബിൾസിലൊന്ന് അദ്ദേഹത്തിന്റെ കാലിൽ കുരുങ്ങി അദ്ദേഹത്തെയും കൊണ്ട് മുകളിലേക്ക് പൊങ്ങി വരുന്നു. പക്ഷെ അവർ മുകളിലെത്തിയെങ്കിലും ആ വാട്ടർ ടാങ്കിന്റെ ലിഡ് പുറത്തുനിന്ന് മാത്രമേ തുറക്കാൻ കഴിയൂ. അതേസമയം അതിനകത്ത് ഹോൾ ഉണ്ടായിരുന്നത് കൊണ്ട് വെള്ളം നിറയാനും തുടങ്ങുന്നു. ഇയാൾ തനിക്കാവും വിധം തന്റെ മകനെ ഉയർത്തിപ്പിടിക്കുന്നു. പെട്ടെന്ന് അവിടെ ഒരു അത്ഭുതം സംഭവിക്കുന്നു. ആരോ വാട്ടർ ടാങ്കിന്റെ ലിഡ് ഓപ്പൺ ചെയ്യുന്നു. നോക്കുമ്പോൾ അത് മിൻജൂൺ ആണ്. അതേസമയം മുകളിൽ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തകർ അവരെ കാണുന്നു. വാട്ടർ ടാങ്കോടെ എല്ലാവരെയും ആ ഗർത്തത്തിനകത്ത് നിന്ന് രക്ഷിക്കുന്നു.